ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്നത് ഡിഫ്റ്റി പാർട്ടി എന്നൊരു ലിങ്ക് കോഡിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വഴി കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ബോട്ട് പരിചയപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിനാൻസ് ആണ്. അപ്പോൾ ബിനാൻസ് എന്താ അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് പറഞ്ഞുതരാം. ബിനാൻസ് എന്നത് വേൾഡ് നമ്പർ 1 ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഗ്രൂപ്പാണ്, പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വേൾഡ് നമ്പർ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഇതിൽ പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൻ്റെ ഒരു ആ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഓരോരോ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലെങ്ങനെ പോയിന്റ്സ് ചെയ്യാൻ പറ്റുക പറഞ്ഞുതരാം. എന്നിട്ട് 1-2 മാസം നിങ്ങൾ ഈ പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സെല് ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ഓരോരോ പോയിന്റ്സ് ചെയ്യാൻ വരാം. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈഡിൽ ക്ലെയിം സെഷൻ ഉണ്ട്. ഇവിടെ ഡ്രിഫ്റ്റിൻ്റെ ഇവിടെ സൈഡിൽ ക്ലെയിം സെഷൻ റേറ്റിംഗ്, അതിൻ്റെ മുകളിൽ ക്ലെയിം ഉണ്ട്. അതിൽ തൊട്ട് കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി കയറിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലെയിം ചെയ്യണതിൻ്റെ വാല്യൂ ഇപ്പോൾ ഡ്രിഫ്റ്റ് DRFT 100 പോയിൻ്റാണ് കോയിൻസാണ് നിങ്ങൾക്ക് കിട്ടുക ഡെയിലി. അതെങ്ങനെ കിട്ടുക? നിങ്ങളുടെ കാറിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ കാറിൻ്റെ ലെവൽ എങ്ങനെ കൂട്ടുക അത് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ ഹോം സ്ക്രീനിൽ പോവുക. ബോട്ടിൽ ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ ഓരോരോ കാറുകൾ കാണാം. എൻ്റെ ഇപ്പോൾ 24 ലെവലുള്ള കാറുണ്ട്, 29 ലെവലുണ്ട്, 26, അങ്ങനെ കുറേ വിവിധ തരത്തിലുള്ള ലെവലുള്ള കാറുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഓരോരോ കാറിനും ഓരോരോ വാല്യൂ, കോയിൻസിന് വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ഇതിന് മെയിൻ ഇവിടെ മുകളിൽ നോക്കിയാൽ ഡ്രിഫ്റ്റിൻ്റെ കോയിനാണ് വാല്യൂ ഉള്ളത്. അതാണ് നമ്മൾ മൈൻ ചെയ്ത് എടുക്കേണ്ടത് തന്നെ ഡെയിലി. അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് ഈ കോയിൻ കിട്ടുക. ഓരോ കാറിൻ്റെ വാല്യൂ അനുസരിച്ച് എത്രയുണ്ടോ അതിനനുസരിച്ചാണ് കോയിൻ കിട്ടുക. ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ അതെങ്ങനെ കാറ് അപ്ഗ്രേഡ് ചെയ്യുക പറയാം. ഇപ്പം നിങ്ങളുടെ ഒരു ലെവൽ 2ൻ്റെ 2 ലെവൽ 2 കാറുണ്ട് വിചാരിച്ചോ. അപ്പോൾ അത് രണ്ടും കൂട്ടിക്കാന്ന് വെച്ചാൽ ലെവൽ 3 ആവും. അങ്ങനെയാണ് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മെർജ് ചെയ്യാന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ എൻ്റെ ഇവിടെ ഒരു 20ൻ്റെ ഒരു കാറുണ്ട് ലെവൽ. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 2 20 ലെവലുള്ളതുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു 20 ലെവലിലെല്ലാം കൂട്ടി വെച്ചാൽ അങ്ങനെ കൂട്ടി വെച്ച് വെച്ചാൽ അത് അതിൻ്റെ ലെവൽ കൂടി 21 ആവും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ലെവൽ കൂട്ടി വെച്ചാൽ അപ്പോൾ എൻ്റെ ഈ 21ൻ്റെ ലെവൽ ഇത് കാറ് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് 21ൻ്റെ വേറെ ഒന്നും കൂടി ഉണ്ട്. ആ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 22 ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാറിൻ്റെ വാല്യൂ കൂട്ടാൻ പറ്റും. എൻ്റെ മാക്സിമം ലെവൽ പറഞ്ഞത് 29 അപ്പോൾ 29 ലെവലിലുള്ള കാറിന് ഡെയിലി 5.4 ബില്യൺ പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഡ്രിഫ്റ്റ് കോയിനല്ല, അതൊരു വേറൊരു പോയിൻ്റാണ്. ആ പോയിൻ്റ് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാറിൻ്റെ അനുസരിച്ച് ഓരോ കാറിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന കോയിൻ കിട്ടുക. കോയിനാണ് മെയിനായിട്ട് മൈനുണ്ട്. ഇടയ്ക്ക് പിന്നെയും പറയണം, അതാണ് മൈനുണ്ടത്. പിന്നെ നിങ്ങൾ ഡെയിലി സെക്കൻഡ്സിൽ ഇവിടെ എൻ്റെ ഇപ്പോൾ 5.4 ബില്യൺ ആണ് സെക്കൻഡ്സിൽ കിട്ടുന്നത്. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തിനാ പറയാം. ഈ പോയിൻറ്റ്സ് ഇവിടെ റെസ്പെക്റ്റിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ 3.8 ക്വാഡ്ര ബില്യൺ അത്രയും പോയിൻറ്റ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അത് നിങ്ങൾക്ക് ഇതിൽ എയർ ഡ്രോപ്പ് വരുമ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളിപ്പോഴത്തെ ഡ്രിഫ്റ്റ് കോയിനാണ് ആവശ്യം വരിക. അപ്പോൾ ഈ റെസ്പെക്റ്റ് പറഞ്ഞ ഈ പോയിൻ്റ് എന്തിനാ പറയാം. നമ്മൾ താഴെ ഗാരേജിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്കിവിടെ ഓരോരോ കാറ് ബൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി സെക്കൻഡ്സിൽ ഇങ്ങനെ പോയിന്റ് ഇട്ടില്ലേ, 3.8 ക്വാർട്ടർ ബില്യണില്ലേ, ആ പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഓരോ കാറ് മേടിക്കാൻ പറ്റും. അതിനാണ് ഈ ആ പോയിന്റ്സ് സെക്കൻഡിൽ പോയിന്റ് കിട്ടുന്നത്. അല്ലാണ്ട് എയർ ഡ്രോപ്പില്ലാതെ ഒരു ആവശ്യമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയണ്ടേ, അത് മാറ്റി ചെയ്യേണ്ട വേണ്ടിയാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇവിടുന്ന് കാറ് മേടിക്കാൻ പറ്റും. 27 ലെവലിൻ്റെ കാർ 2 മേടിക്കുക, 2 കൂട്ടിക്കഴിഞ്ഞാൽ 28 ആവും. അങ്ങനെ അപ്ഗ്രേഡ് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാൻ നോക്കുക. അതാണ് കാറിൻ്റെ വാല്യൂ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പോയിൻറ്റ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രിഫ്റ്റ് കോയിൻ്റെ പോയിൻറ്റ്സ് ഇതായി മുകളിൽ ഈ സോങ്ങിൻ്റെ ചിഹ്നത്തിൻ്റെ പുറത്തുള്ള അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ. പിന്നെ ഇവിടെ ഏൺ സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡെയിലി ചെറിയ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഓരോരോ ബോട്ട് ജോയിൻ ചെയ്യുക, ടെലിഗ്രാം സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക, അങ്ങനെ ചെറിയ ടാസ്കുകൾ ഡെയിലി കയറി കഴിഞ്ഞാൽ റിവാർഡ് ഇവിടെ കിട്ടും. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സെഷൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു 50 ഡ്രിഫ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ കോയിൻ കിട്ടും ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യും തോറും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ മൈനിങ് പറഞ്ഞ സൈഡ് ഉണ്ട്. അത് എന്തിനാണ് വെച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് പറഞ്ഞാൽ ഈ കോയിനും കിട്ടില്ലേ, ആ കോയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗീവിങ് 45% മോർ ടോക്കൺ. അത് ഞാൻ എന്താ കാണിച്ചു തരാം. നമ്മുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഇതാണ് ഈ ചെസ്റ്റ് പറഞ്ഞ സാധനം, ഈ യെല്ലോ കളർ ബോക്സ്. അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ കാറ് കിട്ടില്ലേ, അതിൻ്റെ ലെവല് കൂടാനുള്ളതാണ് ഈ ഡ്രിഫ്റ്റ് ചെസ്റ്റ് 45% മോർ ടോക്കണുമായിട്ടുള്ള സംഭവം. അതേപോലെ തന്നെയാണ് താഴെയും 5% ഫാസ്റ്ററായിട്ട് കിട്ടും. അതിന് ആ ചെസ്റ്റ് കിട്ടുന്നതിൻ്റെ സ്പീഡ് ഓവർ കൂടി കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് 2 വഴിക്കാണ് കാർ ഉണ്ടാക്കാൻ പറ്റും, 3 വഴിക്കാണ് കാർ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെർജ് ചെയ്തിട്ട് ഒന്ന് സ്റ്റോറിൽ നിന്ന് മേടിക്കുക ഏത് പോയിന്റ്സും കൊണ്ട്. മൂന്നാമത് നിങ്ങൾക്ക് ഓരോരോ ബോക്സ് ഇങ്ങനെ അതായത് 5 മിനിറ്റോ 10 മിനിറ്റോ കൂടുമ്പോൾ കിട്ടും. ആ ഓപ്പൺ ആക്കിയാലും കിട്ടും. അങ്ങനെയാണ് 3 നേരത്തിൽ നിങ്ങൾക്ക് കാറുകളിന് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ താഴെ നോക്കി കഴിഞ്ഞാൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട്, നിങ്ങളിവിടെ ഗരേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഓരോരോ കാറ് മേടിക്കാൻ പറ്റില്ലേ, അതിന് ഡിസ്കൗണ്ട് കിട്ടും. ഏത് ഇവിടെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ സ്റ്റോറിന് ഇവിടെ ഡിസ്കൗണ്ട് 30% പർച്ചേസ് കാസ്. അത് ലെവൽ എത്ര അപ്ഗ്രേഡ് ചെയ്യണോ അതിനനുസരിച്ച് ഡിസ്കൗണ്ട് കൂടുന്നതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഫാൻസിൻ്റെ സെക്ഷൻ അലോട്ട് റിസീവ് 25% മോർ റെസ്പെക്റ്റ്. അത് പറഞ്ഞാൽ ഇവിടെ റെസ്പെക്റ്റ് കോയിനില്ല മുകളിൽ സൈഡിൽ സെക്കൻഡിൽ കിട്ടുന്നത്, അതിൻ്റെ എന്ത് കിട്ടുന്നതിൻ്റെ കൂടും, വാല്യൂ കൂടും. അതാണ് അത് ഉദ്ദേശിച്ചത്. പോട്ട് ഡോക്സ് പറഞ്ഞത് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ എക്സ്ട്രാ എയർ ഡ്രോപ്പ് കിട്ടാനാണിത്. ഇതിൽ നിങ്ങൾ പൈസ ഇറക്കണം. 50 സ്റ്റാർസ് കൊടുക്കണം, ടെലിഗ്രാം സ്റ്റാർസ്. അപ്പോൾ ഇത് ചെയ്യണ്ട. എന്താ വെച്ചാൽ പൈസ കൊടുക്കുന്ന ഒരു പരിപാടി ഇതിൽ ചെയ്യാൻ നിൽക്കണ്ട. അതാണ് ഞാൻ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും മൈൻഡ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.